വേൾഡ് മൈഗ്രേറ്ററി ഡേ ഈ വർഷം 2 ദിവസമായിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്നറിയാമോ 2 ദിവസം? അതറിയാനായിട്ട് ഈ വീഡിയോ ഒന്ന് ഫുള്ളായി കണ്ടു നോക്കൂ. ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. നെയിം ഇന്ത്യസ് സെക്കൻഡ് ലാർജസ്റ്റ് സർവേ വെസൽ റിസീവ്ഡ് ബൈ ദി ഇന്ത്യൻ നേവി ഫോർ ഡീപ്പ് വാട്ടർ ഹൈഡ്രോഗ്രാഫിക് മാപ്പിംഗ്. സോ സെക്കൻഡ് ലാർജസ്റ്റ് സർവേ വെസലാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ പേര്? സെക്കൻഡ് ലാർജസ്റ്റ് സർവേ വെസലിൻ്റെ പേര് നിർദ്ദേശക് എന്നുള്ളതാണ്. ആൻഡ് നിർദ്ദേശക് എന്ന് പറയുന്നത് സെക്കൻഡ് ഓഫ് 4 സർവേ വെസൽ ഷിപ്സ് ആണ്. 4 സർവേ വെസൽ ഷിപ്സ് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ടാമത്തതാണ് നിർദ്ദേശക് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ബിൽറ്റ് അറ്റ് GRSC, ദാറ്റ് ഈസ് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്, കൊൽക്കത്ത, ആൻഡ് ഡെലിവേർഡ് ഓൺ 8 October 2024. സോ ഓൾറെഡി ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നുന്നു ഫസ്റ്റ് വൺ ഏതാണെന്നുള്ളത്. ദ ഫസ്റ്റ് ഷിപ്പ് ഓഫ് ദിസ് ക്ലാസ് എന്ന് പറയുന്നത് INS സന്ധായക് ആണ്. INS സന്ധായക് ഫെബ്രുവരി 2024 ഫെബ്രുവരിയിലാണ് ഇത് കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ സെക്കൻഡ് വൺ ഇസ് നിർദ്ദേശക് ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് INS സന്ധായക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ഹൂ വെർ awarded the 2024 Nobel Prize in Chemistry for their advancement in computational protein design and AI-based protein structure prediction? സോ കെമിസ്ട്രിയുടെ നോബൽ പ്രൈസാണ് നമുക്ക് ഈ സെഷനിൽ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്നത് മെഡിസിനിൽ, അതായത് ഫിസിയോളജിയിൽ കണ്ടു, അതേപോലെ തന്നെ ഫിസിക്സിലും ലിറ്ററേച്ചറിലും പീസും ഒക്കെ കണ്ടു. സോ കെമിസ്ട്രിയിൽ ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? കെമിസ്ട്രിയിൽ 3 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഡേവിഡ് ബേക്കർ, ദെൻ ഹസാബീസ്, ഡെമിസ് ഹസാബീസ് ആൻഡ് ജോൺ എം ജംപർ. സോ ജംപർ, ബേക്കർ, ഹസാബീസ്, ഇങ്ങനെ 3 പേർക്കാണ് കെമിസ്ട്രിയിൽ 2024 നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഡേവിഡ് ബേക്കർ ഹാസ് സക്സീഡഡ് വിത്ത് ദി ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ഫീറ്റ് ഓഫ് ബിൽഡിംഗ് എൻറ്റയർലി ന്യൂ കൈൻഡ്സ് ഓഫ് പ്രോട്ടീൻസ്. സോ ന്യൂ കൈൻഡ്സ് ഓഫ് പ്രോട്ടീൻസ് ആണ് ഇദ്ദേഹം ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതാണ് ഡേവിഡ് ബേക്കറിൻ്റെ പ്രത്യേകത. ആൻഡ് ഹസാബീസ് ആൻഡ് ജംപറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് AI മോഡൽ ടു സോൾവ് എ 50-year-old പ്രോബ്ലം. സോ 50 വർഷമായിട്ട് പ്രശ്നമായിരിക്കുന്ന ഏതൊരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള കാര്യമാണ് ഇവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു AI മോഡലാണ്. ദാറ്റ് ഈസ് പ്രെഡിക്റ്റിംഗ് പ്രോട്ടീൻസ് കോംപ്ലക്സ് സ്ട്രക്ചർ. അതാണ് ആ പ്രോബ്ലം, പ്രെഡിക്റ്റിംഗ് പ്രോട്ടീൻസ് കോംപ്ലക്സ് സ്ട്രക്ചർ. ആൻഡ് ദാറ്റ് ഹാസ് ബീൻ ഡെവലപ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു AI മോഡൽ തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് കെമിസ്ട്രിയുടെ നോബൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് വിൽ ഹോസ്റ്റ് ദി 38th സമ്മർ നാഷണൽ ഗെയിംസ് ഇൻ 2025? സോ 2025 സമ്മർ നാഷണൽ ഗെയിംസ് എവിടെയാണ് ഹോസ്റ്റ് ചെയ്യപ്പെടുന്നത്? എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ശ്രദ്ധിക്കുക, ഉത്തരാഖണ്ഡിൽ തന്നെ ആയിരിക്കും വിൻ്റർ നാഷണൽ ഗെയിംസ് 2025 വരാൻ പോകുന്നത്. സോ സമ്മർ 2025ഉം വിൻ്റർ 2025ഉം ഉത്തരാഖണ്ഡിൽ തന്നെയാണ്. അപ്പം നാഷണൽ ഗെയിംസ് എന്ന് പറയുന്നത് ഒളിമ്പിക് സ്റ്റൈൽ മൾട്ടി സ്പോർട്ട് ഈവൻ്റ് ആണ്. ഓക്കെ. ആൻഡ് 2022 എഡിഷൻ എന്ന് പറയുന്നത് ഗുജറാത്താണ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിൻ്റെ ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ഒരു റിവൈവൽ തന്നെയാണ്. 2015 ലാസ്റ്റ് നടന്നത്. സോ അതിൻ്റെ ഒരു റിവൈവലായിരുന്നു 2022 ഗുജറാത്ത് ഹോസ്റ്റ് ചെയ്ത ഈ എഡിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാൽ, നെയിം ഇന്ത്യാസ് ലൂനാർ മിഷൻ ഇൻ കൊളാബറേഷൻ വിത്ത് ജപ്പാൻസ് JAXA. സോ ഇന്ത്യയുടെ ലൂനാർ മിഷനാണ് ചോദിച്ചിരിക്കുന്നത്, ഇൻ കൊളാബറേഷൻ ജാപ്പൻസ് JAXA. സോ ആ ലൂണാർ മിഷൻ്റെ പേരെന്താണ്? ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ, ലൂപെക്സ്. ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ. ആൻഡ് ലൂപെക്സ് ഇസ് പാർട്ട് ഓഫ് ഇന്ത്യസ് ലാർജർ ലൂണാർ റോഡ് മാപ്പ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആംബിഷൻസ് ഉണ്ട്, മൂണിലേക്കുള്ള ആംബിഷൻസ് കുറച്ചുകൂടി വലുതാണ്. ദാറ്റ് അൾട്ടിമേറ്റ്ലി എൻവിഷൻസ് സെൻഡിങ് എൻ ആസ്ട്രോനോട്ട് ടു ദ മൂൺ. ഇപ്പോൾ മൂണിലേക്ക് ഒരു ആസ്ട്രോനോട്ടിനെ സെൻഡ് ചെയ്യാന്ന് മാത്രമല്ല, ആൻഡ് ബ്രിങ് ദം ബാക്ക് സേഫ്ലി. ഇതാണ് ലൂപെക്സ് കൊണ്ടുള്ള ലാർജർ ലക്ഷ്യം എന്ന് പറയുന്ന ലാർജർ റോഡ് മാപ്പ് എന്ന് പറയുന്ന ഇതാണ്. ആൻഡ് ജപ്പാൻ ഇസ് പ്രൊവൈഡിങ് ദി റോവർ ആൻഡ് ദി ലോഞ്ചർ. സോ ജപ്പാൻ്റെ JAXAയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് റോവറും ലോഞ്ചറും ആണെങ്കിൽ, ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നത് ദി ലാൻഡർ ഫോർ ലൂപെക്സ് മിഷനാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെർ ഈസ് ദി മേജർ അറ്റ്മോസ്ഫറിക് ചെറൻകോവ് എക്സ്പെരിമെൻറ്റ്, ദാറ്റ് ഈസ് എ MEIS, the largest imaging Cherenkov telescope in Asia and the highest in the world, developed by the Bhabha Atomic Research Center located. So ബാർക്ക് ഡെവലപ്പ് ചെയ്ത ഒരു ഇമേജിംഗ് ചെറൻകോവ് ടെലസ്കോപ്പാണ് MEIS എന്ന് പറയുന്നത്. എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം. എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഹാൻലി എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് കിടക്കുന്നത്? ഹാൻലി ഈസ് ഇൻ ലഡാക്ക്. ആൻഡ് വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഹാൻലി? ഹാൻലി ഈസ് വിത്തിൻ ചാങ്താങ് വൈൽഡ് ലൈഫ് റിസർവ്. ആൻഡ് ഹാൻലിക്ക് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഡാർക്ക് സ്കൈ റിസർവ് ആണ്. അങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡിസംബർ 2022 ഇന്ത്യയിലെ ഒരേ ഒരു, അല്ലെങ്കിൽ ഫസ്റ്റ് ഡാർക്ക് സ്കൈ റിസർവ് എന്ന് പറയുന്നത് ഹാൻലി ഡാർക്ക് സ്കൈ റിസർവ് ആണ്. അവിടെ ഒരുപാട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിൻ്റെ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ഉണ്ട്, ഒരുപാട് പ്രൊഫഷണൽ ടെലിസ്കോപ്സ് ഉണ്ട്. ഇതിനെല്ലാം കാരണം എന്താണ്? ദ ഡാർക്ക് സ്കൈ ആൻഡ് ദി ഡ്രൈ വെതർ ഇൻ
Hanley. Next question. What is the theme of the World Migratory Bird Day 2024? So World Migratory Bird Day തീമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് തീം? പ്രൊട്ടക്ട് ഇൻസെക്ട്സ്, പ്രൊട്ടക്ട് ബേർഡ്സ്. റൈറ്റ്, ഇൻസെക്ട്സിനെ പ്രൊട്ടക്ട് ചെയ്യുക, ബേർഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി ബേർഡ്സ് പ്രൊട്ടക്റ്റഡ് ആവുമല്ലോ. സോ ഫസ്റ്റ് ടൈം എവർ വേൾഡ് മൈഗ്രേറ്ററി ഡേ ഫോക്കസസ് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസെക്ട്സ് ഫോർ മൈഗ്രേറ്ററി ബേർഡ്സ് ആൻഡ് ഹൈലൈറ്റ്സ് കൺസേൺസ് റിലേറ്റഡ് ടു ഡിക്രീസിംഗ് പോപ്പുലേഷൻ ഓഫ് ഇൻസെക്ട്സ്. സോ ഡിക്രീസിംഗ് പോപ്പുലേഷൻ ഓഫ് ഇൻസെക്ട്സ് ക്യാൻ എഫക്ട് മൈഗ്രേറ്ററി ബേർഡ്സ് എന്നുള്ളതാണ് ഈ മൈഗ്രേറ്ററി ബേർഡിൻ്റെ തീം എന്ന് പറയുന്നത് തന്നെ. സോ ഇൻ 2024 വേൾഡ് മൈഗ്രേറ്ററി ബേർഡ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ 2 days. സോ 2024 2 ദിവസമായിട്ടാണ് വേൾഡ് മൈഗ്രേറ്ററി ഡേ ഒബ്സർവ് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് ഓർക്കുക. ഒന്ന് 11th May ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് 12th October, അലൈനിങ് വിത്ത് ദ സൈക്ലിക് നേച്ചർ ഓഫ് ബേർഡ് മൈഗ്രേഷൻ ഇൻ ഡിഫറെൻറ്റ് ഹെമിസ്ഫിയർ. സോ ഒരു ഡേ ആണ് 2 ദിവസമായിട്ട്, ഒരു ബേർഡ് ഡേ ആണ് 2 ദിവസമായിട്ട് ആഘോഷിക്കുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത് അഥവാ ഒബ്സർവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് എ ന്യൂ ചീഫ് ഓഫ് ദി ആൻറ്റി കറപ്ഷൻ യൂണിറ്റ് ഓഫ് ദി by the Board of Control for Cricket in India? So BCCI appoint ചെയ്ത ന്യൂ ചീഫ് ഓഫ് ACU, ദാറ്റ് ഈസ് ആൻറ്റി കറപ്ഷൻ യൂണിറ്റ്, ആരാണെന്നാണ് ചോദ്യം. അദ്ദേഹത്തിൻ്റെ പേരാണ് ശരത് കുമാർ. ആൻഡ് ശരത് കുമാർ റിട്ടയേർഡ് IPS ഉദ്യോഗസ്ഥനാണ്, ഹെയിലിംഗ് ഫ്രം ബറേലി ഇൻ UP. The appointment of 68-year-old Kumar was done on October 1st in the cricketing body, and BCCI's ACU head is appointed by it for a 3-year term. സോ 3 വർഷത്തേക്കാണ് ഇദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. 3-year term ആണ് വരുന്നത് ACU യൂണിറ്റിലെ ചീഫിന്. സോ അദ്ദേഹമാണ് ശരത് കുമാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഒഫീഷ്യൽ മാസ്കോട്ട് ഓഫ് ദി വിമൻസ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി 2024? സോ വിമൻസ് ഏഷ്യൻസ് ചാമ്പ്യൻസ് ട്രോഫി 2024 ഒഫീഷ്യൽ മാസ്കോട്ട് എന്ത് പേരാണെന്നുള്ളതാണ്. എന്താ പേര്? ഇറ്റ്സ് എ വെരി ക്യൂട്ട് നെയിം, റൈറ്റ്? ഗുഡിയ. സോ ഗുഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഡോൾസിനെയൊക്കെ പറയുന്നതാണ് ഹിന്ദിയിൽ ഗുഡിയ എന്നുള്ളത്. എന്ന് മാത്രമല്ല അക്രോസ് ബീഹാർ ചെറിയ ബേബീസിന്, ചെറിയ യങ് ഗേൾസിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഗുഡിയ എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ബൈ ദി ഹൗസ് സ്പാരോ, ആൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ്. ദ മാസ്കോട്ട് റെപ്രസെൻറ്റ്സ് റെസിലിയൻസ്, സ്ട്രെങ്ത് ആൻഡ് നാച്ചുറൽ ഹെറിറ്റേജ്. സോ ഹൗസ് സ്പാരോ എന്നുള്ള ഇൻസ്പിറേഷനാണ്. ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസാണ്. നേരത്തെ ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, ബട്ട് നൗ ഇറ്റ് ഈസ് എൻഡേഞ്ചേർഡ് now, and it represents resilience, strength, അതേപോലെ നാച്ചുറൽ ഹെറിറ്റേജ്. ദെൻ വിമൻസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ട്രോഫി 2024 set to take place in ബീഹാർ from 11th November to 20th November 2024. സോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന വിമൻസ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ട്രോഫി. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ബൈഇനിയൽ ഹോക്കി കോമ്പറ്റീഷനാണ്, ഇൻ്റർനാഷണൽ ഫീൽഡ് ഹോക്കി കോമ്പറ്റീഷനാണ് വിമൻസ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൂ ബിക്കെയിം ദ 51st ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ? 51st ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ പേരെന്താണ്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ആൻഡ് ഹീ സക്സീഡ്സ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഓക്കെ, ആൻഡ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ ടേം വിൽ ലാസ്റ്റ് അൺടിൽ May 13, 2025. സോ 2025 May 13 വരെയാണ് ഇദ്ദേഹത്തിൻ്റെ ടേം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ വേറൊരു പ്രത്യേകതയും കൊണ്ട്, ഹീ ഹാസ് നെവർ ഫങ്ഷൻഡ് ആസ് എ ചീഫ് ജസ്റ്റിസ് ഓഫ് എ സ്റ്റേറ്റ് ഹൈക്കോർട്ട്. ഒരു സ്റ്റേറ്റ് ഹൈക്കോർട്ടിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഇദ്ദേഹം ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. സോ കമ്മിങ് ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഇന്ത്യാസ് റാങ്ക് ഇൻ ദി ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2024? സോ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഇന്ത്യയുടെ റാങ്കാണ് ചോദിച്ചിരിക്കുന്നത്. എത്രാമത്തെ റാങ്കാണ്? 105th out of 127 countries. സോ ഇന്ത്യയുടെ റാങ്ക് അത്ര മെച്ചപ്പെട്ട റാങ്ക് ഒന്നുമല്ല, കാരണം 127 രാജ്യങ്ങളിൽ 105ാമത്തെ റാങ്കാണ് ഇന്ത്യക്കുള്ളത്. സോ ഇറ്റ് ഹൈലൈറ്റ്സ് എ സീരിയസ് ഹങ്കർ ക്രൈസിസ് ആണ് ആൻഡ് ഡ്രിവൺ ബൈ ഓൺഗോയിങ് ചലഞ്ചസ് ഓഫ് ഫുഡ് ഇൻസെക്യൂരിറ്റി ആൻഡ് മാൽന്യൂട്രീഷൻ ആണ്. ഇത്രയും കേസാണ് പറയുന്നത്. ഫുഡ് ഇൻസെക്യൂരിറ്റി ആൻഡ് മാൽന്യൂട്രീഷൻ, സീരിയസ് ഹങ്കർ ക്രൈസിസ് ആണ്. ഈ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, അതായത് GHI എന്ന് പറയുന്നത് എന്താണെന്നുള്ളതും കൂടി നമ്മളൊന്ന് നോക്കുക. ഇറ്റ്സ് എ പിയർ റിവ്യൂഡ് റിപ്പോർട്ടാണ് ആൻഡ് ദിസ് ഇസ് പബ്ലിഷ്ഡ് ഓൺ ആൻ ആനുവൽ ബേസിസിൽ എല്ലാ കൊല്ലവും ഇറങ്ങുന്നതാണ്. ആൻഡ് ഇറക്കുന്നത് കൺസേൺ വേൾഡ് വൈഡ് ആൻഡ് വെൽത്ത് യുങ്കർ ഹിൽഫാണ്. ഇവർ 2 ഓർഗനൈസേഷൻസ് കൂടി ചേർന്നിട്ടാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് പുറത്തുവിടുന്നത്. ഒരൊറ്റ പ്രിപ്പറേഷനോട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിന് കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്